ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് സ്റ്റൈലിഷ് ആയ ഫേമസ് ആയ ഒരു പ്ലാന്റിനെ കുറിച്ചാണ്. അതെ, അഡീനിയം പ്ലാന്റ് അഥവാ ഡെസേർട്ട് റോസ് എന്ന് പറയും. ഇത് കാണുമ്പോൾ തന്നെ തോന്നും ഈ പ്ലാന്റ് എന്ത് സുന്ദരിയാണെന്ന്. പക്ഷേ ഇത് സുന്ദരി മാത്രമല്ല, ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്: വാട്ടർ സ്റ്റോറിംഗ് സിസ്റ്റം. വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ വന്നാൽ പോലും ഇതാ ഞാനുണ്ട് കൂടെയെന്ന് കട്ട സപ്പോർട്ടുമായി കോഡക്സ് കൂടെ തന്നെ ഉണ്ട്. കോഡക്സ് എന്ന് വെച്ചാൽ സ്റ്റെമ്മിന്റെ താഴെ വീർത്ത് കാണുന്ന ഭാഗത്തെയാണ് കോഡക്സ് എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് വെള്ളത്തിന്റെ കുറവ് വരുമ്പോൾ അഡീനിയം പ്ലാന്റിന്റെ കോഡക്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെള്ളവും വളവും ചെടിക്ക് നൽകും. പക്ഷേ ശ്രദ്ധിക്കണം, ഈ മഴക്കാലം അഡീനിയം പ്ലാന്റുകൾക്ക് അത്ര നല്ലതല്ല. ഓവർ വാട്ടറിംഗ്, വെള്ളം കൂടിപ്പോകാനും പാടില്ല, കെട്ടി നിൽക്കാനും പാടില്ല. ആ ഒരൊറ്റ പിഴവിൽ ചെടി തന്നെ പോയേക്കാം. ബി കെയർഫുൾ. പിന്നെ ഇവനൊരു സൺ ബേബിയാണ്. സൂര്യനില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞ പോലെ അഡീനിയം പ്ലാന്റ് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. അറ്റ്ലീസ്റ്റ് 5 to 6 hours എങ്കിലും സൺലൈറ്റ് കിട്ടിയിരിക്കണം. ചെടി നടാനുള്ള സോയിൽ തിരഞ്ഞെടുക്കുമ്പോൾ വായു സഞ്ചാരം കിട്ടുന്ന, വെള്ളം കെട്ടിനിൽക്കാത്തതുമായ മണ്ണ്, മണൽ, പെർലൈറ്റ് എന്ന രീതിയിൽ വേണം സോയിൽ മിക്സ് ചെയ്യാൻ. പോട്ടിലും ഹോൾസ് വേണം, അത് ശ്രദ്ധിക്കാതെ വിടരുത്. അതാണ് ഇതിന്റെ ബ്രീത്തിങ് സ്പേസ്. അടുത്തത് പൂക്കൾ. ഇതിന്റെ ഷോർട്ട് ടൈം. വിവിധ നിറങ്ങളിൽ റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഡബിൾ ഷെയ്ഡ് ഉണ്ട്, അങ്ങനെ ഫുൾ ഗ്ലാമറസ്. അഡീനിയം അതിന്റെ ബ്ലൂമിംഗ് സീസൺ എന്ന് പറയുന്നത് മാർച്ച് മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ്. അഡീനിയം പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ കട്ടിങ്സ് കൊണ്ടും സീഡ് കൊണ്ടും പ്രൊപ്പഗേഷൻ സാധ്യമാണ്. കട്ടിങ്സ് എടുക്കുമ്പോൾ റൂട്ട് ഹോർമോൺ ഉപയോഗിക്കാൻ മറക്കരുത്. അഡീനിയം പ്ലാന്റിൽ മിലിബഗ്സ് എന്ന് പറയുന്ന പെസ്റ്റ് കാണാറുണ്ട്. അവയെ തുരത്താൻ നീം ഓയിൽ സ്പ്രേ ചെയ്താൽ മാത്രം മതി. പ്രൊപ്പഗേഷനെ പറ്റിയും പെസ്റ്റിനെ പറ്റിയും ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഫ്ലവേഴ്സ് ഉണ്ടാകാൻ നമ്മൾ അതിന് വേണ്ടുന്ന വളം കൊടുത്തിരിക്കണം. ഒരു ഫ്ലവറിംഗ് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ അതാണ് വർഷങ്ങളായി യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിന് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്നാമത് ചാരം. വുഡ് ആഷ് തന്നെ വേണം. ചാരത്തിൽ പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് അഡീനിയം പൂക്കൾക്ക് നിറവും ആരോഗ്യവും നൽകും. അടുത്തത് മുട്ടത്തോട്. മുട്ടത്തോടിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് ചെടികളുടെ വേരുകൾക്ക് ശക്തിയും വളർച്ചയും നൽകും. മൂന്നാമത്തത് തേങ്ങാവെള്ളം. തേങ്ങാവെള്ളത്തിൽ നാച്ചുറൽ മൈക്രോ ന്യൂട്രിയൻസുകളും വളർച്ചയെ ബൂസ്റ്റ് ചെയ്യുന്ന ഹോർമോണുകളും ഉണ്ട്. ഇത് മൂന്നും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മിക്സ് ചെയ്ത ശേഷം ചെടികളുടെ മൂടിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം. മണ്ണിളക്കിയ ശേഷം ഇട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമുക്ക് 2 മാസം കൂടുമ്പോൾ ഇട്ടുകൊടുക്കാം. ഈ വളം ഉപയോഗിച്ചാൽ ചെടിക്ക് നല്ലതാണെന്ന് കരുതി എല്ലാം കൂടെ വാരിക്കോരി ഇട്ടുകൊടുക്കരുത്. അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ. ഇത് ചെറിയ അളവിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അമിതമായാൽ ചെടിക്ക് ദോഷം ചെയ്യും. ഈ അഡീനിയം പ്ലാന്റ് വളർത്തണമെങ്കിൽ കഷ്ടപ്പാട് വേണ്ട, പക്ഷേ റെഗുലർ കെയർ വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് കമന്റ് ഇട്ടോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റെന്തെങ്കിലും ചെടിയെപ്പറ്റി അറിയുവാനോ സംശയമോ ഉണ്ടെങ്കിൽ ധൈര്യമായി കമന്റ് ഇട്ടോളൂ. ഞാൻ അതിന് മറുപടി തന്നേക്കാം. അപ്പോൾ എല്ലാവർക്കും
ബൈ ബൈ.